നിങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണോ എന്നെ പോലെ? അപ്പോൾ എനിക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഊഹിച്ചെടുക്കാനേ ഉള്ളൂ. കാരണം വെച്ചാൽ നിങ്ങൾ ഈ ഫ്രസ്ട്രേഷൻ, ഈ പറഞ്ഞ ദേഷ്യം, സങ്കടം എല്ലാം കൂടി അടക്കി പിടിച്ചിങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുകയായിരിക്കും. എനിക്കറിയാം. കാരണം വെച്ചാൽ ഞാൻ നിങ്ങളെ പോലെ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പോൾ എനിക്ക് ഞാൻ ഇതുപോലത്തെ സാഹചര്യം കൂടെ ഞാൻ പോയിട്ടുള്ളതോട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ മിഡിൽ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ മിഡിൽ ക്ലാസ് വന്ന് പെട്ടെന്നായിരിക്കും എൻ്റെ ഒരു ചോദ്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആലോചിച്ചപ്പോൾ ഈ സാധനം നമ്മളിപ്പോൾ ചെറുതൊട്ടൊന്നും വിചാരിച്ച സാധനം കിട്ടുന്നില്ല. ഈ പറഞ്ഞ സെയിം ഞാൻ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഉള്ളവർക്ക് വിചാരിച്ച സാധനങ്ങൾ സ്പോട്ടി ആലോചിക്കുക പോട്ടി കിട്ടുന്നുണ്ട്. ഈ പറഞ്ഞ ഇപ്പോൾ അവന് പുതിയ ഫോൺ വാങ്ങിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുക ആൾക്കാരുണ്ട്. പുതിയ ബൈക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുക ആൾക്കാരുണ്ട്. എന്ത് കാർ വേണമെന്ന് വെച്ചാൽ കാർ വാങ്ങിച്ചു കൊടുക്കുക ആൾക്കാരുണ്ട്. നമുക്കെന്ന് വെച്ചാൽ അങ്ങനെ ആളില്ല. നമുക്ക് അച്ഛനമ്മയുണ്ട്, അത് ഓക്കെയാണ്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ ആഗ്രഹങ്ങൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ വാങ്ങിച്ച ആൾക്കാരില്ല. ഇപ്പോൾ ഈ പറയുന്ന നിവിൻ പോളിയുടെ പടത്തിൽ പറയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണെന്ന് പറയില്ല. അതുപോലെ നമ്മളിനി ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നാൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ അച്ഛനമ്മമാർ എന്തോ, ഇല്ലെങ്കിൽ നിങ്ങൾ അച്ഛനമ്മ ഇല്ലെന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് പാരൻസ് എന്തെങ്കിലും ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് കാണാൻ നിങ്ങൾ ഈ പറയുന്ന മിഡിൽ ക്ലാസ്സിലോട്ട് വന്ന് പെട്ടത്. അപ്പം നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഈ മിഡിൽ ക്ലാസ്സിൽ നിന്ന് റിച്ചിലോട്ട് പോവുക, അപ്പർ മിഡിൽ ക്ലാസ്സിലോട്ട് പോയി നെക്സ്റ്റ് ലെവലിലോട്ട് എങ്ങനെ പോകുമെന്ന് മാത്രമേ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഇരിക്കാൻ പാടുള്ളൂ. ഞാനിപ്പോൾ അതാണ് ചിന്തിക്കുന്നത്. എങ്ങനെ എൻ്റെ നെക്സ്റ്റ് ലെവലിലോട്ട് ഇരിക്കുക, എങ്ങനെ എത്തിപ്പെടാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ ഈ പറഞ്ഞ ബിലോ സ്റ്റാൻഡേർഡ് നിങ്ങൾ പോകാൻ നിൽക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ അച്ഛനമ്മമാർ ഈ പറഞ്ഞ മിഡിൽ ക്ലാസ് സ്റ്റാൻഡേർഡ് സെറ്റ് വെച്ചിട്ടുണ്ട്. അതിന് എബോവ് നിങ്ങൾ അതിൻ്റെ എബോവ് ട്രിപ്പിൾ മടങ്ങ് എത്രയാണെങ്കിൽ നിങ്ങൾ കയറിപ്പിക്കും. അതിന് വില ഒരിക്കലും നിങ്ങൾ വരില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ അടുത്ത ജനറേഷൻ, നിങ്ങളുടെ മക്കളും കാര്യങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും അവർ പിന്നെ സ്ട്രഗിൾ ചെയ്യാൻ പോകുന്നത്. കാരണം ഇപ്പോഴേ നിങ്ങളൊരു ലിമിറ്റ് സെറ്റ് ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ പിന്നെയും സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല നമുക്കൊരു ചീത്തപ്പേരാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ മിഡിൽ ക്ലാസ്സിൽ തന്നെ ജനിച്ചിട്ട് മിഡിൽ ക്ലാസ്സിൽ തന്നെ ചാവുക എന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരു കഷ്ടത തന്നെയാണ്. വല്ലാത്ത കഷ്ടം എന്ന് വെച്ചാൽ പിന്നെ ജനിച്ചിട്ട് കാര്യമില്ല, ആ രീതിക്കുള്ള കഷ്ടമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും നമ്മൾ റിച്ച് ലെവലിൽ ചിന്തിക്കുക. ഞാനിപ്പോൾ എപ്പോഴും ചിന്തിക്കുക എനിക്ക് എങ്ങനെയും പൈസ ഉണ്ടാക്കുക, എനിക്ക് എങ്ങനെയും റിച്ച് ആവുക, അത് മാത്രമേ ചിന്തിക്കത്തുള്ളൂ. അതുപോലെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ചിലവരിപ്പോൾ പറയുന്നുണ്ടാവും ഈ എല്ലാവരും വഴിതെറ്റി പോവാണ്, മയക്കുമരുന്നാണ്, അതുപോലെ തന്നെ ഈ പറയുന്ന കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഈ പറയുന്ന വെള്ളമോടി സിഗരറ്റ് എല്ലാം നടക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എഴുതിത്തരാം, ഈ പറഞ്ഞ പിള്ളേർ, ഈ മിഡിൽ ക്ലാസ്സിലുള്ള പിള്ളേർ ഒരു 80% പേര് ഈ പറയുന്ന ഫാമിലിയോട് കമ്മിറ്റ്മെൻ്റ് ഉള്ളവരാണ്. അവരൊരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾറെഡി ഈ പറയുന്ന കഷ്ടതകളും കാര്യങ്ങളൊക്കെ അനുഭവിച്ചു വന്നവരാണ്. അവർക്ക് ഈ പറയുന്ന ഫുഡിൻ്റെ വില എന്താണെന്ന് അറിയാം. ഒരു ദിവസം പട്ടിണി കിടന്നതിൻ്റെ വേദന അവർക്കറിയാൻ പറ്റും. അവർക്ക് ഈ പറയുന്ന പൈസയുടെ വില എന്താണെന്ന് അറിയാൻ പറ്റും. അവർക്ക് ഈ പറയുന്ന സമയത്തിൻ്റെ വില അവർക്കറിയാൻ പറ്റും. അപ്പോൾ ഇതിലൂടെ കടന്ന് പോയവർ ഒരിക്കലും, ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, ഒരിക്കലും ഇങ്ങനത്തെ പ്രവൃത്തിയുള്ളവർ പോകത്തില്ല. എന്നാൽ ചില പിള്ളേർ പോകുന്നുണ്ടാവും. പക്ഷേ ഈ പറയുന്ന 100% പിള്ളേർ, അച്ഛനമ്മമാരായിട്ട് കൂറുള്ള പിള്ളേർ, ഈ ഫാമിലിയുടെ നെക്സ്റ്റ് ലെവലിൽ എത്തിക്കണമെന്ന ചിന്തയുള്ള പിള്ളേർ ഒരിക്കലും പോകത്തില്ല. അത് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. നിങ്ങൾ മിഡിൽ ക്ലാസ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ പല കഷ്ടങ്ങളും അതിൽ കൂടെ കഴിഞ്ഞായിട്ട് നിങ്ങൾ വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ലെവലിൽ പോയി ഒരിക്കലും നിങ്ങൾ ഫ്യൂച്ചർ നല്ല റിച്ചൊക്കെ ആയെന്ന് വെച്ചോ, പെട്ടെന്ന് ഒരു അധപതനം പറ്റി നോക്കിയാൽ റിച്ചിലോട്ട് ഒറ്റയ്ക്ക് നിങ്ങൾ ചാവി താഴോട്ട് വീഴും. പെട്ടെന്ന് ഈ വെൽത്തും കാര്യങ്ങളൊക്കെ പോയി നിങ്ങൾ സീറോയിലായി നോക്കിയാൽ അപ്പോഴും നിങ്ങൾക്ക് ഈ പറയുന്ന ഹാർട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഈ പറയുന്ന കഷ്ടതകളൊക്കെ ഒരുപാട് അനുഭവിച്ച് വന്നവരുള്ളതുകൊണ്ട് ഈ ആഘാതം ഉണ്ടാക്കത്തില്ല. നിങ്ങൾ വീണിട്ട് എണീച്ച് അങ്ങ് പോവും. പക്ഷേ ഈ പറയുന്ന പണക്കാരൊക്കെ ആയിരിക്കട്ടെ, കാരണം എന്ന് വെച്ചാൽ ഇവരെല്ലാം കൊടുത്തു വളർത്തുന്നതുകൊണ്ട്, ഇവരെല്ലാം ഇവർക്ക് ചോദിക്കുമ്പോൾ കിട്ടുന്നതുകൊണ്ട് ഇവരാരും ലക്ഷറി ലൈഫായിരിക്കും ജീവിച്ച് വരുന്നത്. ഇവർക്ക് പെട്ടെന്ന് ബീച്ചിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മളെപ്പോലെ ചാടി എണീക്കണമെന്നില്ല. അവരൊരു ട്രോമയിലോട്ട് പോകും വീട് കഴിഞ്ഞാൽ തന്നെ. കാരണം അവർക്ക് ഈ കഷ്ടതകൾ കാര്യങ്ങളൊന്നും അനുഭവിക്കാതെ വന്നവരാണ്. അപ്പം ഇതാണ് വ്യത്യാസം. നിങ്ങൾ ഓൾറെഡി കഷ്ടതകളും കാര്യങ്ങളൊക്കെ അനുഭവിച്ച് കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ജയിച്ചങ്ങ് മുന്നേറുക, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇഫ് യു ആർ എ മിഡിൽ ക്ലാസ്, ജസ്റ്റ് ബി പ്രൗഡ്. യു ആർ ഗോണ ചേഞ്ച് യുവർ ഫ്യൂച്ചർ.